കറിയിടാനായിട്ടില്ലേ ആദ്യം തന്നെ നമുക്കില്ലേ ഇച്ചിരി വെള്ളവും ചൊറുക്കയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ചൊറുക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്കില്ലേ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് കളക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് തിളപ്പിച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ മീൻ അച്ചാറിടുന്ന സമയത്ത് ഇരുന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അച്ചാറിൻ്റെ ഗ്രേവിക്ക് വേണ്ടി എടുക്കാം കേട്ടോ. 2 3 ഒരു 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമുക്ക് വേണ്ടത് കായം, ഒരു വലിയ ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കേട്ടോ. തൊട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ട് പിന്നെ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു ദിവസം മുഴുവനും ഞാൻ വെച്ചതാണ്, ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. അപ്പം തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. അങ്ങനെ വെക്കണമെന്നില്ല, നമ്മൾ അരമണിക്കൂർ ഒന്ന് പുരട്ടി വെച്ചിട്ട് അപ്പം തന്നെ ഇടാം. ഞാൻ ഇന്നലെ നേരം കിട്ടാഞ്ഞതുകൊണ്ട് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം ഇന്നിപ്പം ഈ സമയത്ത് ഞാൻ രാവിലെ അച്ചാറിടാൻ പോകണം കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്താടി അതേ മീൻ ഒരു വശമൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡാക്കാണ്ട് വറുത്തെടുക്കണം കേട്ടോ. അച്ചാറിനെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞിങ്ങനെ ഇതായിട്ട് പോകണ്ട, അല്ലാത്തൊരു പരുവത്തിൽ എടുക്കണം കേട്ടോ. ചട്ടി ചൂടായ അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 150 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ചട്ടി നമ്മുടെ കല്യാണത്തിനൊന്നുള്ള ചട്ടിയാണ്. ഈ ചട്ടി വർഷങ്ങൾക്ക് മുമ്പുള്ള ചട്ടിയാണ് കേട്ടോ. അതായത് അമ്മ കല്യാണം കഴിച്ച് വരുമ്പോ ഇവിടെ ഉണ്ട്. വെളുത്തുള്ളി കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇതിന് പിടിയൊക്കെ ഉണ്ടായി, നല്ല ചട്ടിയായിരുന്നു. അത് പഴകി 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 ഈ പരുവ് പിടിയും പോയി. പക്ഷെ ഇങ്ങനെ ഈ ചട്ടി കളയൂല. ഇത് ഞാൻ മെമ്മറീസ് ഉള്ള ചട്ടിയാണ്. ഇത് കളയാണ്ട് ഞാൻ സൂക്ഷിക്കും. കാരണം ഇത് ഒരുപാട് ഓർമ്മകളൊക്കെ നമ്മളെ ഉണർത്തണ ചട്ടിയാണ്. നാത്തുമാരും അപ്പച്ചനും അമ്മയും ചിറ്റമ്മമാരും എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ അപ്പം ഈ ചട്ടി ഞങ്ങളുടെ ഓർമ്മകൾ ഉണർത്തണ ചട്ടിയാണ്. അതുകൊണ്ട് ഇത് ഞാൻ കളയില്ല. അതുകൊണ്ട് ഈ ഓർമ്മച്ചട്ടി കളയൂല. ആരെല്ലാം ചീത്ത പറഞ്ഞാലും ഞാൻ ഇത് കളയില്ല. ഇനി നമുക്ക് പച്ചമുളക് ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാറല്ലേ എരിവ് വേണ്ട. ഒരു 150 ഗ്രാം എണ്ണ ഇട്ടിട്ട്, നല്ലെണ്ണ, സ്വർണ്ണം നല്ലെണ്ണ ഉണ്ട് ഞാൻ ഉപയോഗിക്കും.
കുറച്ച് കറിവേപ്പില ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കയ്യിലോട്ട്. ഞാനിപ്പോൾ ഇതിൽ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഉലുവ കടുക് പൊട്ടിച്ച നേരത്ത് ചേർത്തിട്ടില്ല. അത് ഞാൻ ഉലുവപ്പൊടി നല്ലോണം ചേർത്തിട്ടുണ്ടായില്ല. അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉലുവ കടുക് പൊട്ടിക്കുന്ന നേരത്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചേർക്കും. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ നല്ല മൂത്ത മണമാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കരിയിക്കരുത് കേട്ടോ ഇത്. അപ്പം ഈ ഒരു ഭാഗത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ നിറവുമ്പോഴേക്കും എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മുളക് പൊടിയും വിനാഗിരിയൊക്കെ മിക്സ് ഇല്ലേ അതിട്ട് കൊടുക്കുക. ഇതൊന്ന് സ്റ്റവ് ഒന്ന് സിമ്മിലാക്കിയിട്ട് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കണം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അച്ചാറിന് എപ്പോഴും എണ്ണ മുമ്പിൽ നിൽക്കണം. ഞാൻ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഞാൻ ഈ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് ഇതാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോത്തിന് മേലെ ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിച്ചാള. അതാണ് ഇത്രയും മുളക് പൊടിയൊക്കെ ചേർത്തത്. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവി അനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഈ ചാളുള്ളത് കാരണം ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. തിളപ്പിച്ച് അത് ഒരുവിധം ആറിയതാണ്. അതും കൂടി ഇതിലോട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി നല്ലോണം എണ്ണ തെളിഞ്ഞ് വരട്ടെ. നമുക്ക് ചാലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചാലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ബലത്തിൽ ഇളക്കാണ്ട് ഒരു അയ്യൊന്നിങ്ങനെ ഇളക്കി മിക്സ് ആക്കി ഒടിക്കാണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എല്ലാം അറിയിക്കണം കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.